Good morning. Today going to talk about WHO India. Health Policy and Healthcare System എന്ന സബ്ജക്റ്റിലെ 11th യൂണിറ്റിലെ പോർഷനാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. WHO India. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇസ് ദ യുണൈറ്റഡ് നാഷൻ സ്പെഷ്യലൈസ്ഡ് ഏജൻസി ഫോർ ഹെൽത്ത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നാഷൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ്. ഇറ്റ് ഈസ് ഇൻ്റർ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. വർക്ക്സ് ഇൻ കൊളാബറേഷൻ വിത്ത് മെമ്പർ സ്റ്റേറ്റ് യൂഷ്വലി ത്രൂ ദ മിനിസ്ട്രീസ് ഓഫ് ഹെൽത്ത്. അതാത് രാജ്യങ്ങളിലെ MOH മിനിസ്ട്രി ഓഫ് ഹെൽത്തുമായിട്ട് ചേർന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വേൾഡ് ഓർഗനൈസേഷൻ റെസ്പോൺസിബിൾ ഫോർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ലീഡർഷിപ്പ് on global health matters, shaping health research agendas, setting norms and standards, articulating evidence-based policy formulation, ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, അസസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് മെയിനായിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഇന്ത്യ ബിക്കം എ പാർട്ടി ടു WHO കോൺസ്റ്റിറ്റ്യൂഷൻ 12th January 1948. ഇൻഡിപെൻഡൻസിന് ശേഷം നെക്സ്റ്റ് ഇയറിൽ നമ്മളതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, മെമ്പർ കൺട്രി ആയിട്ടുണ്ട്. WHO റീജിയണൽ കമ്മിറ്റി ഫോർ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഹെൽഡ് ഇൻ 5th October 1948. സൗത്ത് ഏഷ്യ പാർട്ടിലാണ് നമ്മൾ വരുന്നത്. ഇന്ത്യയുടെ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണ് ഇതിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. 1948 ആ അസംബ്ലിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അന്ന് ഉണ്ടായിരുന്നത് ഡയറക്ടർ ജനറൽ ആയിരുന്നത് ബ്രൂഹോ കിഷ്വാമാണ്. അതേപോലെ തന്നെ റീജിയണലായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന ഡോക്ടർ ഹെങ് ബെക്കാഡമാണ്. WHO കൺട്രീസ് ഓഫീസേഴ്സ് ഇന്ത്യ ഹെഡ് ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ് വരുന്നത്. കൺട്രി വൈഡ് പ്രസൻറ്റ് WHO കൺട്രി ഓഫീസേഴ്സ് ഏരിയ വർക്ക് എൻഷുർഡ് ടു ന്യൂ കൺട്രി കോപ്പറേഷൻ സ്ട്രാറ്റജി. അത് നമ്മൾ ഒരു കൺട്രി കോപ്പറേഷൻ സ്ട്രാറ്റജി ഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റാഫ്ഡ് ഇൻ പ്രൊഫഷണൽസ് ആൻഡ് എക്സ്പേർട്സ് ആണ്. ഹെൽത്ത് പ്രൊഫഷണൽസും എക്സ്പേർട്സും ആണ് അതിലുണ്ടായിരിക്കുക. അത് ജനീവയിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി WHO സെക്രട്ടേറിയറ്റിന് മെയിൻ ഫോക്കസ് ചെയ്യുന്ന 6 core ഫങ്ഷൻസ് ആണ്. WHOൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. പ്രൊവൈഡിങ് ലീഡർഷിപ്പ് ഓൺ മാറ്റേഴ്സ് ക്രിട്ടിക്കൽ ഹെൽത്ത് ആൻഡ് എൻഗേജിങ് പാർട്ട്ണർഷിപ്പ് ജോയിൻറ്റ് ആക്ഷൻ നീഡഡ്. ക്രിട്ടിക്കൽ ഹെൽത്തിനുള്ളത് ലീഡർഷിപ്പ്, ക്രിട്ടിക്കൽ ഹെൽത്ത് മാറ്റേഴ്സിലുള്ള പ്രൊവൈഡിങ് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ഷേപ്പിംഗ് ആൻഡ് റിസർച്ച് അജണ്ട, സ്റ്റിമുലേറ്റിംഗ് ജനറേഷൻ, ട്രാൻസ്ലേഷൻ, ഡിസമിനേഷൻ ഓഫ് വാല്യുബിൾ നോളജ്. അതായത് റിസർച്ച് അജണ്ട ഷേപ്പ് ചെയ്യുക, അതിന് വേണ്ട ആവശ്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക, ജനറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രചരിപ്പിക്കുക. സെറ്റിംഗ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊമോട്ടിംഗ് മോണിറ്ററിംഗ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പ്രൊമോട്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ആർട്ടിക്കുലേറ്റിംഗ് എത്തിക്കൽ എവിഡൻസ് ബേസ്ഡ് പോളിസി. എല്ലാതും എത്തിക്കൽ എവിഡൻസോടുകൂടി, എത്തിക്സോടുകൂടി തന്നെ അതെന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. പ്രൊവൈഡിംഗ് ടെക്നിക്കൽ സപ്പോർട്ട് ആൻഡ് കാറ്റലൈസിംഗ് ചേഞ്ചസ്, ബിൽഡിംഗ് സസ്റ്റൈനബിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി. ടെക്നിക്കൽ സപ്പോർട്ട്, കാറ്റലിസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരിക. സസ്റ്റൈനബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കപ്പാസിറ്റി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ തീരുമാനിക്കുക. മോണിറ്ററിംഗ് ഹെൽത്ത് സിറ്റുവേഷൻ ആൻഡ് അസസിങ് ദ ഹെൽത്ത് ട്രെൻഡ്. ഹെൽത്ത് സിറ്റുവേഷൻ അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക, ഹെൽത്ത് ട്രെൻഡുകൾ അസസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ സ്ട്രാറ്റജീസ് ആയിട്ട് വരുന്നത് സപ്പോർട്ടിങ് ഇംപ്രൂവ്ഡ് റോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഹെൽത്ത് ഇന്ത്യ ഇൻ ഗ്ലോബൽ ഹെൽത്ത്. അതായത് ഇംപ്രൂവ്ഡ് റോൾ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്ലോബൽ ഹെൽത്തിൻ്റെ സ്ട്രാറ്റജി. ഇൻ്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ്, ഇൻ്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസ് കൊണ്ടുവരിക. എൻഷുറിംഗ് ഇംപ്ലിമെൻറ്റേഷൻ ഇൻ്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻ ആൻഡ് സിമിലർ കമ്മിറ്റ്മെൻറ്റ്. പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, സ്ട്രെങ്തനിങ് ഫാർമസ്യൂട്ടിക്കൽ സെക്ടർ, മെഡിസിൻസിൻ്റെ സെക്ടർ റെഗുലേറ്റ് ചെയ്യുക. സ്റ്റുവാർഡ്ഷിപ്പ്, ഇംപ്രൂവിംഗ് ദ സ്റ്റുവാർഡ്സ് കപ്പാസിറ്റി ഓഫ് എൻറ്റയർ ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റം. ഇന്ത്യൻ ഹെൽത്ത് സിസ്റ്റത്തിനെ ഒരു കാര്യസ്ഥനെ പോലെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രാറ്റജിക് പ്രിയോറിറ്റി ആയിട്ട് വരുന്നത്. അത് CCS ആണ്. ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന കൺട്രി കോപ്പറേഷൻ സ്ട്രാറ്റജിയാണ് അത് വർക്ക് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റജി priority 2 promoting access and utilization affordable efficiently network and sustainable quality service by entire population. എല്ലാവർക്കും ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനാണ്. ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ, പ്രൊവൈഡിങ് യൂണിവേഴ്സൽ ഹെൽത്ത് സർവീസ് കവറേജ് സോ ദാറ്റ് എവറി ഇൻഡിവിജ്വൽ വുഡ് അച്ചീവ് ഹെൽത്ത് ഗെയിൻ, ഹെൽത്ത് ഇൻ്റർവെൻഷൻ വെൻ നീഡ്. എപ്പോഴാണോ ഹെൽത്തിൻ്റെ ഇൻ്റർവെൻഷൻ വരുന്നത്, പ്രോബ്ലം വരുന്നത്, ആ സമയത്ത് അവർക്ക് ആവശ്യമായ ഹെൽത്തിന് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് സ്ട്രാറ്റജി പ്രയോറിറ്റി വരുന്നത് ഹെൽപ്പിംഗ് ടു കൺഫ്രണ്ട് ദ ന്യൂ എപ്പിഡെമിയോളജിക്കൽ റിയാലിറ്റി ഇൻ ഇന്ത്യ. ഹെൽത്ത് ഓഫ് മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ, സ്കെയിലിംഗ് അപ്പ് റിപ്രൊഡക്റ്റീവ്, മെറ്റേണൽ, ന്യൂബോൺ, ചൈൽഡ്, അഡോൾസൻറ്റ് ഹെൽത്ത്, അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. കമ്പൈൻഡ് മോർബിഡിറ്റി, അഡ്രസ്സിംഗ് ദ ഇൻക്രീസ്ഡ് കോമ്പിനേഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഏതൊക്കെയാണ് നമുക്ക്, അതായത് മോർബിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന കോമ്പിനേഷൻസ്, കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസസ് ഏതൊക്കെയാണ്, നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുക. ട്രാൻസിഷനിങ്
സർവീസ്. ഗ്രാജുവൽ ഫേസ്ഡ് ട്രാൻസ്ഫർ സ്ട്രാറ്റജി, WHO സർവീസ് നാഷണൽ, സ്റ്റേറ്റ്, ലോക്കൽ അതോറിറ്റീസ്, എറോഷൻ ഓഫ് എഫക്റ്റീവ്നെസ് ഡ്യൂറിങ് ട്രാൻസിഷൻ പീരീഡ്. അത് കൈമാറുന്ന സമയത്ത് അതിൽ നാഷണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ സ്റ്റേറ്റിലേക്കും, സ്റ്റേറ്റിലുള്ള തീരുമാനങ്ങൾ ലോക്കൽ അതോറിറ്റീസിലേക്കും കൃത്യമായിട്ട് കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അച്ചീവ്മെൻറ്റ് ഓഫ് CCS ഒബ്ജക്റ്റീവ് കോൾസ് ഫോർ മേജർ അഡോപ്ഷൻ ഇൻ വേ ഓഫ് WHO പ്ലാൻസ്. WHO പ്ലാൻസിന് വർക്ക് ഓർഗനൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ പ്ലാനിങ് അനുസരിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ് സപ്പോർട്ടോടു കൂടി അത് കംപ്ലീറ്റ് ചെയ്യുക അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.